റിയാക്ഷൻസ് ആണ് പലപ്പോഴും ബന്ധങ്ങളെ വല്ലാതെ വഷളാക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ പാർട്ട്ണറിനോട് വളരെ നല്ല രീതിയിലേക്കൊക്കെ ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, നമുക്ക് വരുന്ന ആ ഒരു ട്രിഗർ, നമ്മുടെ പാർട്ട്ണർ നമ്മളോട് എന്താണോ ചെയ്തത് അതിനനുസരിച്ചിട്ട് നമുക്ക് അപ്പം തന്നെ എങ്ങനെ പ്രതികരിക്കണം എന്ന് തോന്നും. ആ ട്രിഗറിനെ നമ്മളൊന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ട്രിഗർ നമുക്ക് എന്ത് ഇമോഷനാണോ തന്നത് ആ ഇമോഷനെ ലേബിൾ ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ദേഷ്യത്തിലാണ്, ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്, സോ അങ്ങനെ ചെയ്യാൻ പാടില്ല, കുറച്ചൊന്ന് കാമായിട്ടിരിക്കണം. അങ്ങനെയൊക്കെയുള്ള രീതി നമ്മുടെ ഇമോഷൻസിനെ ലേബിൾ ചെയ്തതിന് ശേഷം ആ കാറ്റഗറിയിലേക്ക് നമ്മുടെ തോട്ട്സിനെ മാറ്റണം. വരുന്ന എല്ലാ തോട്ട്സിനനുസരിച്ച് റിയാക്ട് ചെയ്യാനായിട്ട് നിൽക്കരുത്. മൂന്നാമത്തെ കാര്യം, നമ്മൾ എന്താണ് പ്രതികരിക്കുന്നത് അതിനുശേഷം പിന്നീട് നമ്മൾ പശ്ചാത്തപിക്കാൻ പാടില്ല. ഒരു വാല്യൂ ഡ്രിവൺ ആയിട്ടുള്ള ഒരു ആക്ട് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ എപ്പോഴാണോ നമ്മുടെ ഒരു മൂല്യത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ആ ഒരു സമയത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അയ്യോ എൻ്റെ വാല്യൂവിന് അഗൻസ്റ്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള ക്രൂവലായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരാളല്ല ഉപയോഗിച്ചു പോയി എന്നൊക്കെ ചിന്തിക്കുന്നത്. അപ്പൊ നമുക്കൊരു വാല്യൂ ലിസ്റ്റ് കയ്യിലുണ്ടാവണം. അതിനനുസരിച്ചിട്ടുള്ള ഒരു ആക്ട് ആണോ നമ്മൾ ട്രിഗർ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ പാർട്ട്ണറിന് നേരെ കാട്ടുന്നത് എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കണം.